അതായത് അവൾ രാവിലെ സാധാരണ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നുമില്ല. ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും. കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിൽ കൂടെ നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. ജോലി സംബന്ധമായി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇല്ല, അത് നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. അല്ലാതെ അതിനെപ്പറ്റി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിലവിലൊരു പ്രശ്നമുള്ളതായിട്ട് അങ്ങനെ ജോലി സ്ഥലത്ത് പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അന്വേഷണത്തിൽ പരാതി എടുക്കും. പോലീസിലും കൊടുക്കുന്നുണ്ട്, IBക്കും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു അന്വേഷണം നടത്തണം. അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ. പിന്നെ പോലീസൊക്കെ പറയുന്നത് ഒരു ദേവസ്വമായിട്ടുള്ള സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇതൊക്കെ പോലീസിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അത് ഇവര് ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത്. വീട്ടിലൊക്കെ അറിയാമായിരുന്നു അങ്ങനെയൊരു ഇങ്ങനെ വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആയിരുന്നു ലാസ്റ്റ് വിളിക്കുന്ന സമയത്തൊക്കെ. നമ്മളോട് കുഴപ്പം. ഇപ്പൊ ആറ്റുകാലിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടതാണ്. ഈ IBന്ന് ഉദ്യോഗസ്ഥരെ മറ്റോ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? നിങ്ങളെ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നോ? ഇല്ല, നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവരെല്ലാം കണ്ടു. ഇന്ന് ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ എല്ലാം സംസാരിച്ചു. അവർ ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ പരാതിയായിട്ട് അങ്ങ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പരാതി കൊടുക്കണം. നമ്മൾ രേഖാമൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ IBക്കും കൊടുക്കണം. അപ്പോൾ ഇനി പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ മേഘയെ റെയിൽവേ പാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കാണുന്നത്. അതിനുശേഷം പിന്നീട് കുടുംബം ഇതിൽ സംശയങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് കുറച്ചുകൂടി പരസ്യമായി തന്നെ കുടുംബം അത് ആരോപണം ഉന്നയിക്കുകയാണ്. രേഖാമൂലം IBക്കും പേട്ട പോലീസിലും പരാതി നൽകുകയാണ്. കാരണം ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മേഘ ആ ജോലി കഴിഞ്ഞ് അതേ യൂണിഫോമിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. താമസ സ്ഥലത്തേക്ക് വരുന്നതിന് പകരം എന്തിനാണ് ഒരിക്കലും പോകാത്ത ഈ ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് പോയതെന്ന് സംശയമുണ്ട്. രാവിലെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അമ്മയുമായി സംസാരിച്ചതാണ്. അപ്പോഴും പ്രത്യേകിച്ച് വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും മേഘ പറഞ്ഞിരുന്നില്ല. അതിനുശേഷം പിന്നീട് റെയിൽവേ ട്രാക്കിലേക്ക് പോയി ഈ ട്രെയിൻ തട്ടി മരിച്ചു എന്ന വിവരമാണ് കുടുംബത്തിന് കിട്ടിയത്. അതിൽ സംശയങ്ങളും ദുരൂഹതയും ഉണ്ട് എന്നാണ് കുടുംബം പറയുന്നത്.